നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. സംസ്ഥാനത്ത് വേനൽ മഴയിൽ വൻ നാശം. തിരുവനന്തപുരത്ത് വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട്. കാസർഗോഡ് ശക്തമായ കാറ്റിൽ വീട് തകർന്നു. 3 ജില്ലകളിൽ റെഡ് അലർട്ട്. മലയോര മേഖലയിൽ അതീവ ജാഗ്രത. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വീണ്ടും ശസ്ത്രക്രിയാ പിഴവ്. ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ യുവാവിന് ശസ്ത്രക്രിയയിൽ സ്റ്റീൽ റോഡ് മാറ്റിയിട്ടു. നാളെ കൂടുതലുള്ള കമ്പിയിട്ടതിൽ അസ്വാഭാവികതയില്ലെന്ന് ആശുപത്രിയുടെ വിശദീകരണം. 4 വയസ്സുകാരിക്ക് കൈവിരലിന് പകരം നാവിൽ ശസ്ത്രക്രിയ നടത്തിയതിൽ ഡോക്ടറെ ചോദ്യം ചെയ്യും. തൃശൂരിൽ പട്ടികജാതിക്കാരനായ മധ്യവയസ്കനോട് പോലീസിന്റെ ക്രൂരത. കരിക്കുകൊണ്ടിടിച്ച് വാരിയെല്ലുകൾ പൊട്ടിച്ചു. 2 വാരിയെല്ലുകൾക്ക് പൊട്ടലുണ്ടെന്ന് സ്കാൻ റിപ്പോർട്ട്. മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ലെന്നും ആരോപണം. കാസർഗോഡ് ബേത്തൂർ പാറയിൽ സ്കൂട്ടറും കാറും കൂട്ടിയിടിച്ച് ദമ്പതികൾ മരിച്ചത് ബന്തെടുക്ക സ്വദേശികൾ. കാസർഗോഡ് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ വൻ സുരക്ഷാ വീഴ്ച. ഗുഡ്സ് ട്രെയിൻ തെറ്റായ ട്രാക്കിൽ നിർത്തി ലോക്കോ പൈലറ്റ് ഇറങ്ങിപ്പോയി. മറ്റൊരു ലോക്കോ പൈലറ്റ് എത്തി ട്രെയിൻ മാറ്റിയത് 4 മണിക്കൂറിന് ശേഷം. വിശദമായ വാർത്തകളിലേക്ക് കടക്കുമ്പോൾ സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ്. തിരുവനന്തപുരത്ത് സ്മാർട്ട് റോഡ് നിർമ്മാണത്തിനെടുത്ത കുഴികളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. പല റോഡുകളിലും യാത്ര ദുഷ്കരമാണ്. പത്തനംതിട്ടയിലും കോട്ടയത്തും ഇടുക്കിയിലും റെഡ് അലർട്ട് മുന്നറിയിപ്പാണ് ഇന്ന് നൽകിയിട്ടുള്ളത്. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തുടരുകയാണ്. മലയോര മേഖലകൾ അതീവ ജാഗ്രതയിലാണ്. കനത്ത മഴയെ തുടർന്ന് പൊന്മുടി അടക്കം മലയോര മേഖലകളിലേക്ക് യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതാണ്ട് 15 വർഷമായി ഇത് തന്നെയാണ് സ്ഥിതി എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മണക്കാട് നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് പോകുന്ന ആ വഴിയിലേക്ക് കയറുന്ന കല്ലുമൂട് ബൈപ്പാസിലേക്ക് കയറുന്നതിന് തൊട്ടു മുമ്പുള്ള ജംഗ്ഷനാണ് കല്ലുമൂട്. ആ കല്ലുമൂടിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. അതായത് ഇവിടെയാണ് ഇന്നലെ രാത്രി മഴ തുടങ്ങിയ മഴയിൽ ഇന്ന് പുലർച്ചെയോടെ ഇത്തരത്തിൽ വലിയ തരത്തിൽ വെള്ളക്കെട്ടുണ്ടായത്. ഇതുവഴി ഇവിടെ ഇങ്ങനെ വെള്ളക്കെട്ടാണ് എന്ന് അറിയാതെ എത്തപ്പെടുന്ന ഇരുചക്ര വാഹനങ്ങളും മറ്റ് വലിയ വാഹനങ്ങളുമാണ് ഈ വെള്ളക്കെട്ടിനുള്ളിൽ പെട്ടുപോകുന്നത്. കാരണം വിമാനത്താവളത്തിലേക്ക് പെട്ടെന്ന് പോകാൻ കഴിയുന്ന വഴിയാണ്. അവിടേക്ക് സ്വാഭാവികമായി നഗരത്തിൽ നിന്ന് പ്രത്യേകിച്ച് ഇന്ന് തിരക്കുള്ള ദിവസമാണ്, അവധി ദിവസമാണ്, ആളുകൾ കൂടുതൽ എത്തുന്ന സമയമാണ്. ഈ വിനോദസഞ്ചാരത്തിന് മറ്റുമായി അല്ലെങ്കിൽ വിവാഹാവശ്യങ്ങൾക്ക് മറ്റുമായൊക്കെ ആളുകൾ എളുപ്പത്തിൽ വരുന്ന ഒരു വഴിയാണ്. ആ വഴിയാണ് ഇത്തരത്തിൽ ഈ വെള്ളക്കെട്ടിൽ കെടുതിയിലായിരിക്കുന്നത്. പരാതി ഞങ്ങൾ കൃത്യമായി കൊടുക്കാറുണ്ട്. പക്ഷെ ആ പരാതികളൊന്നും ഇതുവരെ അത് എടുത്തിട്ടില്ല. കാരണം ഇന്ന് ഇവിടെ ആ പരാതി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ശുചീകരണ പ്രവർത്തനങ്ങൾ, മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കാറുണ്ട്. അത് കഴിഞ്ഞ വർഷവും നടന്നിട്ടില്ല. ഈ വർഷത്തിൽ ഒരു ദിവസം പോലും ഈ ഓട കോരാനോ ഇവിടെ നമ്മുടെ ഈ തോട് കോരുവാനോ ആരും തന്നെ വന്നിട്ടില്ല. ശുചീകരണ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടന്നിട്ടില്ല. വലിയൊരു കടുത്ത വേനൽ കഴിഞ്ഞ് നമ്മൾ വലിയ തരത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നടപ്പിലാക്കാൻ പോകുകയാണെന്ന വലിയ തരത്തിൽ വാർത്തകളൊക്കെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും ഒക്കെ ഭാഗത്തുനിന്നുണ്ടായതിന് പിന്നാലെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട കനാൽ നോക്കൂ, ഇതിലെ ദൃശ്യങ്ങൾ തന്നെ പറയും എന്താണ് സ്ഥിതി എന്ന്. സ്വാഭാവികമായി ഇത് കൃത്യമായി നേരത്തെ വൃത്തിയാക്കുന്ന ഒരു സാഹചര്യം, ഈ പോളകളടക്കം നീക്കി ഇവിടുത്തെ മാലിന്യം നീക്കിയിരുന്നെങ്കിൽ ഇതുവഴി മലിനജലം അല്ലെ മഴവെള്ളം ഒഴുകിപ്പോകുന്ന സ്ഥിതി ഉണ്ടാകുമായിരുന്നു. അതുണ്ടാകാതിരുന്നതാണ് ഇങ്ങനെ ഒരു വലിയ കെടുതിയിലേക്ക് ഈ നാടിനെ നയിച്ചത്. അല്ലെങ്കിൽ തുടർച്ചയായി എല്ലാ വർഷവും ഈ പ്രശ്നം നേരിട്ടിട്ടും ഈ വർഷം അതിനൊരു പരിഹാരം കാണുന്നതിന് വേണ്ടി നടപടി ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ എത്രമാത്രം നിരുത്തരവാദിത്തപരമായ ഇടപെടലാണ് അക്കാര്യത്തിൽ ഉണ്ടാകുന്നതെന്ന് വളരെ വ്യക്തമാണ്. ഇതുവഴിയാണ് ഈ വെള്ളം ഒഴുകിപ്പോകേണ്ടത്. അവിടെ മുഴുവൻ ഈ പോളകൾ നിറഞ്ഞിരിക്കുകയാണ്. മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുന്ന ഒരു സാഹചര്യമാണ്. ആ സ്ഥിതിവിശേഷം ഉണ്ടായിട്ടും അവിടെ കൃത്യമായ നിവേദനങ്ങൾ നഗരസഭയ്ക്കടക്കം ലഭിച്ചിട്ടും എന്തുകൊണ്ട് അതിന് പരിഹാരം ഉണ്ടായില്ല എന്നൊരു ചോദ്യം തന്നെയാണ് വരുന്നത്. അത് തന്നെയാണ് നാട്ടുകാരെല്ലാവരും ആ ദുരിതത്തിന്റെ ഭാഗമായി നമ്മളോട് പങ്കുവെക്കുന്നത്. തലസ്ഥാന നഗരിയിലെ ദുരിത കാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടത്. ഡാൻ കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. തിരുവനന്തപുരത്ത് തിയേറ്ററിൽ വെള്ളം കയറി പ്രദർശനം മുടങ്ങി. വഴുതക്കാട് കലാഭവൻ തിയേറ്ററിലാണ് വെള്ളം കയറിയത്. താഴത്തെ നിലയിൽ തിയേറ്ററിലേക്ക് ആളുകളെ പ്രവേശിപ്പിക്കുന്നില്ല. ബാൽക്കണിയിൽ മാത്രമാണ് ഇപ്പോൾ പ്രദർശനമുള്ളത്. കൊല്ലം
കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഖനന പ്രവർത്തനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തി. മഴ ശക്തമായ സാഹചര്യത്തിലാണ് എല്ലാവിധത്തിലുമുള്ള ഖനന പ്രവർത്തനങ്ങളും നിരോധിച്ചത്. കിണർ കുഴിക്കൽ, മറ്റ് നിർമ്മാണത്തിനുള്ള കുഴിയെടുക്കൽ, മണ്ണെടുപ്പ് എന്നിവ ജാഗ്രതാ നിർദ്ദേശം പിൻവലിക്കുന്നതുവരെ നിർത്തിവെക്കേണ്ടതാണെന്ന് ജില്ലാ കളക്ടർമാർ അറിയിച്ചു. കാസർഗോഡ് കരിന്തളത്ത് ശക്തമായ കാറ്റിലും മഴയിലും വീട് തകർന്നു. ഇന്ന് പുലർച്ചെയാണ് സംഭവം. കിനാനൂർ കരിന്തളം ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡിലെ കുണ്ടൂരിലെ NK ശാരദയുടെ വീടാണ് പൂർണ്ണമായും തകർന്നത്. ഈ സമയത്ത് വീട്ടിൽ ആളില്ലാത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി. 4 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വീണ്ടും ശസ്ത്രക്രിയാ പിഴവ്. ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സ തേടിയ കോതിപ്പാലം സ്വദേശി അജിത്തിന് നടത്തിയ ശസ്ത്രക്രിയയിലാണ് പിഴവ് സംഭവിച്ചത്. അപകടത്തിൽ അജിത്തിന്റെ കൈക്ക് പൊട്ടലേറ്റിരുന്നു. എന്നാൽ ശസ്ത്രക്രിയ നടത്തിയപ്പോൾ ഇട്ട സ്റ്റീൽ റോഡ് മാറിപ്പോയെന്നാണ് പരാതി. പിഴവ് മനസ്സിലായപ്പോൾ വീണ്ടും ശസ്ത്രക്രിയ നടത്താൻ ആശുപത്രി അധികൃതർ ആവശ്യപ്പെടുകയായിരുന്നുവെന്നും അജിത്ത് പറഞ്ഞു. എന്നാൽ പ്രോട്ടോകോൾ പ്രകാരമായിരുന്നു ശസ്ത്രക്രിയയെന്നും നീളം കൂടുതലുള്ള കമ്പി ഇട്ടതിൽ അസ്വാഭാവികതയില്ലെന്നുമാണ് മെഡിക്കൽ കോളേജിന്റെ വിശദീകരണം. അതിനിടെ 4 വയസ്സുകാരിക്ക് കൈവിരലിന് പകരം നാവിൽ ശസ്ത്രക്രിയ നടത്തിയ സംഭവത്തിൽ ഡോക്ടർ ബിജോൺ ജോൺസനെ ഉടൻ ചോദ്യം ചെയ്യും. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയ്ക്കെത്തിയ അജിത്ത് എന്ന യുവാവിനാണ് വീണ്ടും ഒരു ദുർഗതി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇയാളുടെ കയ്യിൽ ഇടുന്നതിനായി, ശസ്ത്രക്രിയയ്ക്ക് ഇടുന്നതിനായി ഒരു റോഡ് കമ്പി വാങ്ങി നൽകേണ്ടിയിരുന്നു. വാങ്ങി നൽകിയ കമ്പിക്ക് പകരം മറ്റൊരു കമ്പിയാണ് തന്റെ കയ്യിൽ ഇട്ടതെന്നാണ് അജിത്ത് പറയുന്നത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം പുറത്തേക്ക് കമ്പി തള്ളി നിൽക്കുന്നതായി എക്സ്റേയിൽ തെളിഞ്ഞു. ഇതിനെ തുടർന്ന് ഡോക്ടർമാർ അടുത്തെത്തി മറ്റൊരു ശസ്ത്രക്രിയ നടത്തി കമ്പി പുറത്തേക്ക് എടുക്കണം എന്ന് പറഞ്ഞതായാണ് യുവാവ് വ്യക്തമാക്കുന്നത്. ഉള്ളിലുണ്ടാവും 30 വാർഡിൽ അഡ്മിറ്റ് ആയിക്കാണ്, ഒരാഴ്ചയായി. സംഭവം ഇന്നലെ സർജറി കഴിഞ്ഞ 1 മണിക്ക്, ഉച്ചക്ക് 1 മണിക്ക് സർജറി കഴിഞ്ഞിട്ട് ഇതിന്റെ ഒരു എക്സ്റേ എടുക്കാൻ വന്ന എക്സ്റേ എടുത്ത് ഇതിന്റെ ഒരു രാത്രി 10 മണിക്ക് പറയാണ് ഇത് കമ്പി പുറത്തേക്ക് ഉണ്ട്, ഒരു കമ്പി പുറത്തേക്ക് ഉണ്ട്, നിങ്ങൾ അർജന്റ് ആയിട്ട് 11 മണിക്ക് ചെയ്യാൻ പറഞ്ഞാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടെ ആരുമില്ല, ആരെങ്കിലും കൂട്ടിട്ട് അല്ലെങ്കിൽ അറിയിച്ചിട്ട് ഞാൻ ചെയ്യുള്ളൂ പറഞ്ഞു. അങ്ങനെ ഡോക്ടർ ചൂടായി പോയതാ. വേദന അപ്പൊ 7 മണിക്ക് സഹിക്കുന്നുണ്ട് ഇന്നലെ രാത്രി. ഇതുവരെ വേദന മാറിയില്ല, അത് ചെയ്തിട്ടില്ല. കാട്ടുകാരോ ആക്സിഡന്റ് ആയതാണ്. യുവാവിന്റെയും കുടുംബത്തിന്റെയും പരാതിയുടെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് സംഭവവുമായി ബന്ധപ്പെട്ട് കേസെടുത്തു. മെഡിക്കൽ കോളേജ് ACPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ആശുപത്രിയിലെത്തി രോഗിയുടെ മൊഴി രേഖപ്പെടുത്തി വിശദമായ പരിശോധന ഇതുമായി ബന്ധപ്പെട്ട് നടത്തും. ഈ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടുണ്ടോ എന്ന പ്രാഥമിക വിവരം ലഭിച്ചതിന് ശേഷമാവും മെഡിക്കൽ ബോർഡ് രൂപീകരണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക എന്ന് അദ്ദേഹം പറഞ്ഞു. കയ്യിൽ ഓപ്പറേഷൻ ചെയ്തിരുന്നു. അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞു. അപ്പോൾ അതിനകത്ത് കമ്പിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കമ്പി മാറിപ്പോയി എന്നുള്ള ഒരു കൺസെപ്റ്റാണ് അവർ പറയുന്നത്. അപ്പോൾ അത് ബാക്കിയിലെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ മെഡിക്കൽ ആംഗിളിൽ പറയാൻ വേണ്ടി പറ്റില്ല. അതൊക്കെ നമുക്ക് എന്തായാലും പരാതി പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുന്നത്, നമ്മൾ മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അത് അന്വേഷിച്ച് അത് നെഗ്ലിജൻസിൻ്റെ ആംഗിൾ ആണെങ്കിൽ നടപടി ഉണ്ടാവും. അല്ല, അതിപ്പോൾ അവർ പറയുന്നത് ഡോക്ടർ അങ്ങനെ എന്തൊരു സംശയം പറഞ്ഞുകൊണ്ട് മാത്രമാണ് അവർ പറഞ്ഞത്. ഡോക്ടർ അങ്ങനെ സംശയം പറഞ്ഞതെന്നാണ് അവർ രോഗി പറയുന്നത്. അപ്പോൾ രണ്ടാമത് അവരെ മൊത്തം ഡോക്ടർമാരുടെ സംഘം ഹെഡിൻ്റെ അടിസ്ഥാനത്തിൽ പോയിട്ട് അവർ കുട്ടിയെ പരിശോധിച്ചു, രോഗിയെ പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് അങ്ങനെ ഒരു ചാൻസ് ഇല്ല എന്നാണ് അവരെ പ്രാഥമികമായിട്ട് പറയുന്നത്. എങ്കിലും നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നമ്മൾ കേസ് എടുത്തിട്ട് എന്തായാലും അതിൻ്റെ പ്രോസസ്സ് അങ്ങനെയാണ്. മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുക, റിക്വസ്റ്റ് കൊടുക്കുക, DMO മെഡിക്കൽ ബോർഡ് രൂപീകരിക്കും. അത് അവരത് പരിശോധന നടത്തിയിട്ട് അതിന് നെഗ്ലിജൻസ് ഉണ്ടെങ്കിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യും. ഇതിനൊരു ഓൾറെഡി IPC വകുപ്പ് പ്രകാരം നമ്മൾ FIR ഇടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിനുശേഷം അത് നിൽക്കുമോ, അത് നെഗ്ലിജൻസ് പ്രകാരമുള്ള ഒഫൻസ് ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ ഈ മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടണം, അല്ലെങ്കിൽ റിപ്പോർട്ട് കിട്ടണം. അതിനുശേഷം നമ്മൾ തുടർന്ന് നടപടി സ്വീകരിക്കും. നേരത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 4 വയസ്സുകാരിക്ക് അവയവം മാറി ശസ്ത്രക്രിയ നടത്തിയതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികളിലേക്ക് കടക്കുന്നതായും മെഡിക്കൽ കോളേജ് ACP അറിയിച്ചു. മെഡിക്കൽ രേഖകൾ ഇതിനകം വാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അവ വിശദമായി പരിശോധനയ്ക്ക് വിധേയമാവും. ഒപ്പം മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട് ലഭിച്ച ശേഷം ഈ ചികിത്സാ പിഴവടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായുമെന്ന് പരിശോധിക്കും. ഡോക്ടർമാരുടെയും മറ്റ് ജീവനക്കാരുടെയും മൊഴികൾ ഇതിനകം രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ആരോപണ വിധേയനായ ഡോക്ടറുടെ മൊഴി അല്ലെങ്കിൽ അദ്ദേഹത്തെ അധികം വൈകാതെ ചോദ്യം ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതിൽ ഡോക്ടേഴ്സിനൊക്കെ ചോദിച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. അതും ഇതേപോലെ തന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് മെഡിക്കൽ ബോർഡിന് കൊടുത്ത് മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട് കിട്ടിയ സ്ഥാനത്തിൽ അതിനകത്ത് നെഗ്ലിജൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നു.
സംഭവവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ചിരിക്കുന്ന മെഡിക്കൽ ബോർഡ് ഡോക്ടർ അഷ്റഫ് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിലാണ് മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചിരിക്കുന്നത്. 3 അംഗ മെഡിക്കൽ ബോർഡ് നാളെ യോഗം ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിനുശേഷം പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട ചികിത്സാ പിഴവ് ഉണ്ടായിട്ടുണ്ടോ എന്ന് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് നൽകും. നേരത്തെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ഗുരുതരമായ പിഴവ് ഡോക്ടറുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ലെന്ന കണ്ടെത്തലാണ് നടത്തിയിരുന്നത്. നാവിനടിയിൽ കുട്ടിക്ക് ഭാവിയിൽ സംസാര വൈകല്യത്തിലേക്ക് നയിക്കാൻ സാധ്യതയുള്ള ഒരു കെട്ടുണ്ടായിരുന്നു. ആ കെട്ട് നീക്കം ചെയ്തത് ഇതിൽ പിഴവില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ നടപടികൾ ഡോക്ടർക്കെതിരെ വേണ്ട എന്ന നിർദ്ദേശവുമാണ് നൽകിയത്. ഇതിനെതിരെ കുടുംബം രംഗത്ത് വരികയും ചെയ്തിരുന്നു. തങ്ങളുടെ കുട്ടിക്ക് യാതൊരു വിധത്തിലുമുള്ള സംസാര വൈകല്യങ്ങളില്ല, നിലവിലുള്ള പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെടുന്നതിനാണ് ഇത്തരമൊരു വാദമുഖം മുന്നോട്ട് വയ്ക്കുന്നതും എന്നാണ് കുടുംബം പറയുന്നത്. എന്തായാലും ഈ കേസിൽ ഏറ്റവും നിർണായകമായി മാറുന്നത് ഈ മെഡിക്കൽ ബോർഡിന്റെ യോഗവും ആ യോഗത്തിൽ ആ മെഡിക്കൽ ബോർഡ് ചേരുമ്പോൾ നടത്തുന്ന കണ്ടെത്തലുകളുമാകും. MS അനീഷ് കുമാറിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. തൃശൂരിൽ പോലീസ് മർദ്ദനത്തിൽ പട്ടികജാതിക്കാരനായ മധ്യവയസ്കന്റെ 2 വാരിയെല്ലുകൾ പൊട്ടിയതായി സ്കാനിംഗ് റിപ്പോർട്ട്. അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലെ CAയുടെ നേതൃത്വത്തിൽ നടന്ന കരിക്കുകൊണ്ടുള്ള മർദ്ദനത്തിലാണ് വാരിയെല്ല് പൊട്ടിയത്. മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് പരാതി നൽകിയെങ്കിലും അന്തിക്കാട് CI വിനീഷിനും പോലീസുകാരൻ അനൂപിനുമെതിരെ നടപടിയുണ്ടായില്ലെന്ന് പരാതിയുണ്ട്. വെളുത്തൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ഉണ്ടായ പ്രശ്നങ്ങളെ തുടർന്നാണ് അരിമ്പൂർ സ്വദേശി സുനിൽകുമാറിനെ അന്തിക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സുനിൽകുമാറിന്റെ സഹോദരി പുത്രനടക്കം 15 പേരെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇവരെ പഴയ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിലെത്തിച്ച് കരിക്ക് തുണിയിൽ കെട്ടി ക്രൂരമായി മർദ്ദിച്ചെന്നാണ് പരാതി. CI വിനീഷും പോലീസുകാരൻ അനൂപും ചേർന്നാണ് മർദ്ദിച്ചതെന്ന് സുനിൽകുമാറിന്റെ പരാതിയിൽ പറയുന്നു. നെഞ്ചിലും മുഖത്തും മർദ്ദിച്ചു. കരിക്ക് കൊണ്ട് 7 തവണ തുണിയിൽ പൊതിഞ്ഞ് ഇടിച്ചെന്നാണ് പരാതിയിൽ പറയുന്നത്. പോലീസ് വിട്ടയച്ച ശേഷം സുനിൽകുമാർ ഉൾപ്പെടെ 6 പേർ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് സുനിൽകുമാറിന്റെ 2 വാരിയെല്ലുകൾ പൊട്ടിയതായും ശ്വാസകോശത്തിന് ചുറ്റും വായു കെട്ടിനിൽക്കുന്നതായും കണ്ടെത്തിയത്. ശസ്ത്രക്രിയയ്ക്കായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തേണ്ടതുണ്ട്. കടുത്ത വേദന മൂലം അധികം നടക്കാനോ ഇരിക്കാനോ പറ്റാത്ത അവസ്ഥയിലാണ് സുനിൽകുമാർ. പോലീസുകാർക്കെതിരെ മുഖ്യമന്ത്രി, മനുഷ്യാവകാശ കമ്മീഷൻ, DGP, പട്ടികജാതി ക്ഷേമ വകുപ്പ് എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 തൃശൂർ. കാസർഗോഡ് ബേത്തൂർ പാറയിൽ സ്കൂട്ടറും കാറും കൂട്ടിയിടിച്ച് ദമ്പതികൾ മരിച്ചു. ബന്തെടുക്ക സ്വദേശി കുഞ്ഞികൃഷ്ണൻ, ഭാര്യ ചിത്ര എന്നിവരാണ് മരിച്ചത്. ഇന്ന് രാവിലെ 8:30യോടെയാണ് അപകടമുണ്ടായത്. ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ തെറ്റായ ട്രാക്കിൽ നിർത്തിയിട്ട ഗുഡ്സ് ട്രെയിൻ മാറ്റി. 5 മണിക്കൂറിന് ശേഷമാണ് ട്രെയിൻ മാറ്റിയത്. ഡ്യൂട്ടി സമയം കഴിഞ്ഞതോടെ ലോക്കോ പൈലറ്റ് ഇറങ്ങിപ്പോയിരുന്നു. മറ്റൊരു ലോക്കോ പൈലറ്റ് എത്തിയാണ് ട്രെയിൻ മാറ്റിയത്. പുലർച്ചെ 5:50 ഗുഡ്സ് ട്രെയിൻ, എനിക്ക് പിറകിൽ ഇപ്പോൾ കാണാം, ഗുഡ്സ് ട്രെയിൻ ഇത്തരത്തിൽ 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് മാറി, സിഗ്നൽ മാറി കയറിയതെന്നാണ് സംശയിക്കുന്നത്. ഏതായാലും 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയത്. ഈ ട്രെയിൻ ഇപ്പോൾ സമയം 10 മണി, അതായത് 4 മണിക്കൂറോളമാണ് 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ ഇത്തരത്തിൽ നിർത്തിയിട്ടത്. ലോക്കോ പൈലറ്റ് ഈ ട്രെയിൻ 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിർത്തിയിട്ട് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയി. അതിനുശേഷം പുതിയ ലോക്കോ പൈലറ്റ് മംഗളൂരുവിൽ നിന്നെത്തിയാണ് ഇപ്പോൾ ഈ ട്രെയിൻ പോകുന്ന ഈ ദൃശ്യം നമുക്കിപ്പോൾ കാണാം. ഗുഡ്സ് ട്രെയിൻ ഇത്തരത്തിൽ 1ാമത്തെ ട്രാക്കിൽ നിന്നും ഇപ്പോൾ ഈ ട്രെയിൻ പുറപ്പെടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അതായത് 4 മണിക്കൂറോളമാണ് ഇത്തരത്തിൽ ഈ ട്രെയിൻ 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിർത്തിയിടുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇതിൽ ഗുരുതരമായ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാലും എല്ലാ ട്രെയിനുകളും വളരെ വൈകിയാണ് ഇത്തരത്തിൽ ഒരു സംഭവം നടന്നതുകൊണ്ട് ഓടുന്നത്. വന്ദേ ഭാരത് എക്സ്പ്രസ് ഉൾപ്പെടെ വൈകി ഓടി നിരവധി യാത്രക്കാരെ ഇത് ബുദ്ധിമുട്ടിലാക്കി. ഇത്തരത്തിൽ 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വരേണ്ട ട്രെയിൻ 2ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് കയറി പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ യാത്രക്കാരെ വലിയ തോതിലാണ് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കിയത്. എന്തായാലും ഇതിൽ സംബന്ധിച്ച റെയിൽവേയുടെ അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നേരത്തെയും കാഞ്ഞങ്ങാട് മാവേലി എക്സ്പ്രസിന് ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് സിഗ്നൽ പിഴവ് കാരണം 1ാമത്തെ പ്ലാറ്റ്ഫോമിലെത്തേണ്ട മാവേലി എക്സ്പ്രസ് മധ്യത്തിലുള്ള പ്ലാറ്റ്ഫോം ഇല്ലാത്ത ഒരു ട്രാക്കിലേക്ക് കയറി വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ കാര്യത്തിലും അന്ന് റെയിൽവേ ഗുരുതരമായ വീഴ്ച ഉണ്ടായിരുന്നു, നടപടിയും ഉണ്ടായിരുന്നു. എന്തായാലും ഈ കാര്യം വലിയ തോതിൽ ജനങ്ങളെ പരിഭ്രാന്തരാക്കി. കാരണം ഇത്തരത്തിൽ 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ ഈ ഗുഡ്സ് ട്രെയിൻ ഇത്തരത്തിൽ ഡെക്കാർഡ് പോകേണ്ട ഒരു ട്രെയിനാണ് ഈ കാണുന്നത്. ഈ ട്രെയിൻ ഇത്തരത്തിൽ 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് കയറി വരികയായിരുന്നു. പിന്നീട് ലോക്കോ പൈലറ്റ് ഇവിടെ നിന്നും ഇറങ്ങിപ്പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് ഇപ്പോൾ 10 മണിയോടുകൂടിയാണ് പുതിയ ലോക്കോ പൈലറ്റ് എത്തിയതിനു ശേഷം ഈ ട്രെയിൻ ഇവിടുന്ന് നീക്കം ഇപ്പോൾ മാറ്റി നിർത്തുന്നത്. ഇതിപ്പോൾ എടക്കാടാണ് ഇത് ഷെഡ് ചെയ്യേണ്ടത് ഈ ട്രെയിൻ. പക്ഷേ എന്താണ്
എന്താണ് ഇതിൽ സംഭവിച്ചതെന്ന് റെയിൽവേയുടെ ഭാഗത്താണ് അറിയിക്കേണ്ടത്. ഗുരുതരമായ എന്തായാലും സുരക്ഷാ വീഴ്ച ഇതിൽ സംഭവിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ ഉറപ്പാണ്. എന്തായാലും ഇത് സംബന്ധിച്ച അന്വേഷണവും ഉണ്ടാവും. ഏതായാലും യാത്രക്കാരെ വലിയ തോതിൽ ഇത് ബുദ്ധിമുട്ടിലാക്കി. അത് ഭയങ്കര ലേറ്റായി പോയി. 5 മണിക്കൂറോളായി നമ്മൾ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് യാത്രക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. അത് വണ്ടി ട്രാക്ക് മാറി വെച്ചത് ജനങ്ങൾക്കായി നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എത്രയോ യാത്രക്കാർ ഈ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലേക്കാണ് വന്ന് ഇറങ്ങി നിൽക്കേണ്ടത്. ഇപ്പോൾ ഈ ട്രാക്ക് മാറി ഇവിടെ വണ്ടി അവരെ അനാസ്ഥ കൊണ്ടാണ് ഇവിടെ ട്രെയിൻ ഈ ട്രാക്ക് നടുക്ക് വെച്ചിട്ടുള്ളത്. ഈ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നും ഇപ്പോൾ ഈ ട്രാക്കിൽ നിന്നും ഈ ട്രെയിൻ മാറ്റിവിടുന്ന ദൃശ്യങ്ങളാണ് എനിക്ക് പിറകിൽ കാണുന്നത്. ഈ ട്രെയിൻ ഇപ്പോൾ ഇവിടെ നിന്നും മാറ്റിവിടുന്നു. എന്തായാലും വളരെ വൈകി 4 മണിക്കൂറോളം വൈകിയാണ് ഇത്തരത്തിൽ ഈ ട്രെയിൻ മാറ്റിയിടുന്ന സാഹചര്യമുണ്ടായത്. യാത്രക്കാരെ അത് വലിയ തോതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. KV ബൈജുവിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ നിർണായക തെളിവ് കണ്ടെത്തി പോലീസ്. പ്രതി രാഹുലിന്റെ കാറിൽ നിന്ന് രക്തക്കറ കണ്ടെത്തി. കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതിനിടെ പ്രതിയെ രാജ്യം വിടാൻ സഹായിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു. സിവിൽ പോലീസ് ഓഫീസർ ശരത് ലാലിനെതിരെയാണ് നടപടി. രാഹുലിന്റെ വീട്ടിൽ നിന്നാണ് ഈ കാർ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. നേരത്തെ പോലീസ് രാഹുലിന്റെ സുഹൃത്തായ രാജേഷിനെ ചോദ്യം ചെയ്തപ്പോൾ ഈ കാറിലാണ് പ്രതി യുവതിയുമായി ആശുപത്രിയിലെത്തിയതെന്ന് മനസ്സിലാക്കിയിരുന്നു. പുലർച്ചെ ഇരുവരും തമ്മിൽ വഴക്കുണ്ടാക്കിയ ശേഷം അല്ലെങ്കിൽ ക്രൂരമായ യുവതിയെ മർദ്ദിച്ച ശേഷം ഈ കാറിൽ ആശുപത്രിയിലെത്തിച്ചു. അത് ബാത്റൂമിൽ വീണ് പരിക്കേറ്റു എന്നാണ് അറിയിക്കുകയും ചെയ്തത്. എന്തായാലും ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കാറിൽ വിശദമായ പരിശോധന പോലീസ് നടത്തിയത്. കാറിൽ നിന്നും യുവതിയുടെ രക്തക്കറ അടക്കം കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ഈ കാർ പോലീസ് കസ്റ്റഡിയിലേക്ക് മാറ്റുകയും ചെയ്തിരിക്കുന്നു. ഒപ്പം തന്നെ ഈ പ്രതി രാജ്യം വിട്ടു എന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ഒപ്പം ജർമ്മനിയിൽ ഈ പ്രതി ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ രക്ഷപ്പെടുന്നതിന് മുമ്പ് കൃത്യമായ വിവരം പോലീസിൽ നിന്നും ചോർത്തിക്കൊടുത്ത കുറ്റത്തിനാണ് CPO സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ ശരത് ലാലിനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം ദുർബലമായ വകുപ്പുകളാണ് പന്തീരാങ്കാവ് പോലീസ് രേഖപ്പെടുത്തിയത്. അതിനുശേഷം വിവാദങ്ങൾ ശക്തമായതോടെ വധശ്രമ കുറ്റവും ഒപ്പം സ്ത്രീധന നിരോധന കുറ്റവും ഈ പ്രതിക്കെതിരെ ചുമത്തുന്ന വിവരങ്ങൾ ലഭിച്ചിരുന്നു. ഇതേ തുടർന്നാണ് കൃത്യമായി ശരത് ലാൽ തന്റെ സുഹൃത്ത് രാജേഷ് വഴി രാജേഷ് രാഹുലിന്റെ സുഹൃത്തും കൂടിയാണ്. ഇയാൾ വഴി രാഹുലിന് വിവരങ്ങൾ കൈമാറുകയും വളരെ പെട്ടെന്ന് പോലീസ് FIR പുതുക്കുന്നതിന് മുമ്പ് തന്നെ ബംഗളൂരുവിലേക്ക് പോവുകയും അവിടെ നിന്ന് സിംഗപ്പൂരിലേക്കും പിന്നീട് ജർമ്മനിയിലേക്കും പോവുകയും ചെയ്തു. എന്തായാലും ഈ പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ചതിന്റെ പേരിൽ സുഹൃത്തായ രാജേഷിനെതിരെ പോലീസ് കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. പിന്നീട് കോടതിയിൽ നിന്നും ഇയാൾക്ക് ജാമ്യം ലഭിച്ചു. ഒപ്പം ഈ രാഹുലിന്റെ അമ്മ, സഹോദരി എന്നിവരെയും പോലീസ് ചോദ്യം ചെയ്യാനൊരുങ്ങുന്നുണ്ട്. ഇവരെയും ഈ ഒളിവിൽ പോകാൻ സഹായിച്ചതിന് പ്രതി ചേർക്കും. നേരത്തെ ഈ യുവാവ് അല്ലെങ്കിൽ രാഹുൽ നാട്ടിൽ തന്നെ ഉണ്ട് എന്നാണ് അമ്മ പറഞ്ഞത്. ജർമ്മൻ പൗരത്വമുണ്ട് എന്നടക്കമുള്ള പല കാര്യങ്ങളും പറഞ്ഞിരുന്നു. അതുകൊണ്ട് മനഃപൂർവ്വം രാഹുലിനെ രക്ഷപ്പെടാൻ ഇവർ സഹായിച്ചതാണ് എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. നേരത്തെ ഇവർക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ നോട്ടീസ് നൽകിയെങ്കിലും ദേഹാസ്വസ്ഥതയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം മുൻകൂർ ജാമ്യ ഹർജി ഇവർ ഫയൽ ചെയ്യുകയും ചെയ്തിരുന്നു. എന്തായാലും അസുഖം ഭേദമാവുന്ന മുറയ്ക്ക് ഇവരെ ചോദ്യം ചെയ്യാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് പോലീസ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മറുവശത്ത് രാഹുലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പോലീസ് ഊർജിതമായി തുടരുന്നു. ബ്ലൂ കോർണർ നോട്ടീസിനൊപ്പം ഇന്റർപോളിനോട് നിർദ്ദേശം നൽകി റെഡ് കോർണർ നോട്ടീസ് പുറത്തിറക്കാനുള്ള ഒരുക്കങ്ങളാണ് നടത്തുന്നത്. പക്ഷേ ജർമ്മനിയിൽ നിന്നും ഒരു പ്രതിയെ നാട്ടിലെത്തിക്കുന്നത് അങ്ങേയറ്റം സങ്കീർണമായ നിയമ നടപടിക്രമങ്ങൾ ആണ് എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഈ എംബസി തലത്തിലും ഒപ്പം നയതന്ത്ര തലത്തിലും ആഭ്യന്തര മന്ത്രാലയവും വിദേശകാര്യ മന്ത്രാലയവും ഒക്കെ ഇടപെട്ടാൽ മാത്രമാണ് ഇക്കാര്യം സാധ്യമായെടുക്കുക. അതും കുറ്റപത്രമടക്കം സമർപ്പിച്ച ശേഷമൊക്കെയുള്ള നടപടിക്രമങ്ങളാണ് ഇതിനുള്ളത്. അതുകൊണ്ട് തന്നെ പ്രതിയെ ഉടൻ നാട്ടിലെത്തിക്കുക എന്നത് അങ്ങേയറ്റം ദുഷ്കരമായ പ്രവൃത്തിയായി തുടരുന്നു. മറുവശത്ത് ഈ സ്ത്രീധന നിരോധന നിയമപ്രകാരമുള്ള കേസിൽ അമ്മ, സഹോദരി എന്നിവരെ പ്രതി ചേർക്കുന്നതിനുള്ള ഒരു നീക്കങ്ങളും പോലീസ് നടക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത്തരത്തിൽ സമ്മർദ്ദം ചെലുത്തി പ്രതിയെ നാട്ടിലെത്തിക്കാൻ കഴിയുമോ എന്ന രീതിയിലുള്ള പരിശോധനകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. MS അനീഷ് കുമാറിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. പൊന്നാനിയിൽ ലൈസൻസ് ഇല്ലാതെ നിയമവിരുദ്ധമായി മത്സ്യബന്ധനം നടത്തിയെന്ന കാരണം പറഞ്ഞ് മത്സ്യബന്ധന ബോട്ടിന് ഭീമമായ പിഴ ചുമത്തിയെന്ന ആക്ഷേപം. 1 വർഷത്തെ ലൈസൻസ് പുതുക്കിയില്ലെന്ന കാരണം പറഞ്ഞ് 2100 രൂപ നൽകിയിരുന്നിടത്ത് 90,000 രൂപയുടെ പിഴയാണ് ചുമത്തിയത്. പൊന്നാനി അഴീക്കൽ സ്വദേശി AK അബ്ദുള്ളക്കുട്ടിയുടെ ഉടമസ്ഥതയിലുള്ള ഭാരത് ബോട്ടിനാണ് വൻതുക പിഴ ചുമത്തിയത്. മത്സ്യബന്ധനത്തിനിടെ എഞ്ചിൻ തകരാറിലായതിനെ തുടർന്ന് അബ്ദുള്ളക്കുട്ടിയുടെ ബോട്ട് ഫിഷറീസ് റെസ്ക്യൂ സംഘം കരക്കെത്തിച്ചിരുന്നു. ലൈസൻസ് പരിശോധിച്ചപ്പോൾ ലൈസൻസ് പുതുക്കിയില്ലെന്ന് കണ്ടെത്തി. 90,000 രൂപ പിഴയടക്കാനാണ് നോട്ടീസ് ലഭിച്ചത്. നേരത്തെ 2100 രൂപ മാത്രം പിഴയടച്ചിരുന്നിടത്ത് പലിശ ഉൾപ്പെടെ 7,000 രൂപ പിഴ വരുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. അബ്ദുള്ളക്കുട്ടി ഫിഷറീസ് ഓഫീസിൽ ബന്ധപ്പെട്ടപ്പോൾ
ഇത്രയും തുക അടക്കണമെന്ന നിർദ്ദേശമാണ് ലഭിച്ചത്. ഫിഷറീസ് ഓഫീസ് പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തത് ചൂണ്ടിക്കാട്ടി ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തുകയും ഇതിലുള്ള വിരോധമാണ് ഭീമമായ തുക പിഴ ചുമത്താൻ ഇടയാക്കിയതെന്നും അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. എൻ്റെ ഒരു കൊല്ലത്തെ പൈസ ഇവിടെ ഈ ബോട്ട് തീ കത്തി, അതിൻ്റെ പേപ്പർ ഇതെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് പിടിച്ചാകുമ്പോഴത്തേനും ഒരു കൊല്ലത്തെ ഇത് വന്നു. അപ്പോൾ ഇവിടെ സാധാരണ ഒരു കൊല്ലത്തേനും 2 കൊല്ലത്തേനും വന്നാൽ അവർ അതാക്കല്ല കാശ് ഇതുള്ള അടച്ചാളാന്ന് 2100 റുപ്യ ഉള്ളൂ. അതിനാണ് 90,000 റുപ്യ ഫൈൻ ഇട്ടുന്നത്. ഇവർക്കെതിരായിട്ട് ഞങ്ങളിവിടെ സമരം നടത്തി. അപ്പോൾ നിങ്ങൾ അങ്ങനെ നടത്താൻ പാടില്ല, ഞങ്ങൾ പറഞ്ഞ രീതിയിൽ നിങ്ങൾ നിൽക്കാൻ പാടുള്ളൂ എന്നുള്ളതെല്ലാം അവർ. വലിയ പ്രതിഷേധമാണ് നടപടിക്കെതിരെ വരുന്നത്. ഇപ്പോൾ ഈ ലാസ്റ്റ് സീസണിലൊക്കെ പണി കിട്ടേണ്ട സമയം, ആ സമയത്ത് ഇങ്ങനെ മത്സ്യത്തൊഴിലാളികളെ ബുദ്ധിമുട്ടിച്ചാൽ ഇനിയിപ്പോൾ ഈ കിട്ടണ കാശ് ഈ ഒന്നര മാസം ഈ റഫിൽ പണിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിതുമേ ഇറക്കാനുള്ള പൈസ തന്നെ വേറെ വല്ല ബാങ്കിൽ പണയം വെച്ചിട്ടോ കടം മേടിച്ചിട്ടോ ചെയ്യണം. ഈ മത്സ്യത്തൊഴിലാളി ഈ ഫിഷറീസ് ഇപ്പോൾ സർക്കാരിനോട് നമുക്ക് പറയാനുള്ളത്, മത്സ്യത്തൊഴിലാളികളെ സഹായിച്ചിട്ടില്ലെങ്കിലും ഉപദ്രവിക്കരുത്. ഏതായാലും അവരെ സഹായമൊന്നും കിട്ടാനില്ല. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ സബ്സിഡി കൊടുക്കട്ടെ. ഇപ്പോൾ ഈ ലൈസൻസ് ഫീ 4 ഇരട്ടിയായിട്ടാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാം കൊണ്ടും മത്സ്യത്തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ടാണ്. ഒരു പക തീർക്കാതെ ഇപ്പം ഞാൻ തുറന്നിട്ട് പറഞ്ഞില്ല, ഇത് മനഃപൂർവ്വം ഓരോരുത്തരെ പക തീർക്കാം. മൂപ്പര് ആ പ്രകടനത്തിൽ ആ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ആ പക മൂപ്പര് തീർത്താണ്. അതുപോലെ നമ്മളെ തീർക്കും. ഇവർക്ക് പറ്റുവരൊക്കെ ഇവർ തീർക്കും. അല്ലാതെ ഇവര് ഇത് ഇവിടെ ബോട്ട് ഇവിടെ എത്ര ബോട്ട് പിടിച്ചു വിടുന്നുണ്ട്. ഇവർ ചിലപ്പോൾ 500 റുപ്യ 1000 റുപ്യ ഒന്നും അല്ലാതെ വിടുന്നുണ്ട്. എന്തുകൊണ്ട് മൂപ്പര് ഈ ബോട്ട് കത്തിയിട്ട് 4-5 ലക്ഷം റുപ്യ ചിലവാക്കിയിട്ട് ഇറക്കിയ ബോട്ടാണ്. ഇവിടെ ഹാർബറിൽ കത്തിയ ബോട്ടാണ്. അതിന് ഒരു സർക്കാർ ഉറപ്പ് കൊടുത്തിട്ടില്ല. എന്നാൽ ലൈസൻസ് ഇല്ലാതെ നിയമവിരുദ്ധമായി മത്സ്യബന്ധനം നടത്തിയതിന് KMFR ആക്ട് പ്രകാരമുള്ള പിഴ സംഖ്യ മാത്രമാണ് ചുമത്തിയതെന്ന് ഫിഷറീസ് DD പറഞ്ഞു. ഓരോ മത്സ്യബന്ധനയാനങ്ങളുടെയും ഹോഴ്സ് പവർ കണക്കാക്കിയാണ് പിഴ ഈടാക്കുന്നതെന്നുമാണ് ഫിഷറീസ് DDയുടെ വിശദീകരണം. ന്യൂസ് 18 മലപ്പുറം. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ഈ മാലിന്യ തിരികെ വാർത്തകളിലേക്ക്. തന്റെ വീട്ടിൽ കായാമ്പൂ പൂത്തതിന്റെ സന്തോഷത്തിലാണ് ചാത്തമംഗലം പഞ്ചായത്തിലെ ചൂലൂർ സ്വദേശി തൈക്കണ്ടിയിൽ വാസുദേവൻ. 15 വർഷത്തോളമായി ഈ വീട്ടുമുറ്റത്തെ പൂന്തോട്ടത്തിൽ ചട്ടിയിൽ വളർത്തുന്ന 2 കായാമ്പൂ ചെടികളാണ് പൂത്തത്. അപൂർവമായി മാത്രം പൂക്കുന്ന ചെടിയായ കായാമ്പൂ ചാത്തമംഗലം ചൂലൂർ സ്വദേശി തൈക്കണ്ടിയിൽ വാസുദേവന്റെ വീട്ടുമുറ്റത്താണ് പൂത്തത്. വീടിന് തൊട്ടടുത്തെ ചെങ്കൽക്കുന്നിൽ നിന്ന് കായാമ്പൂവിന്റെ തൈകൾ ശേഖരിച്ച് 15 വർഷത്തോളമായി വാസുദേവൻ വളർത്തുന്നുണ്ട്. 3 വർഷം മുമ്പ് ഒരു ചെടി പൂത്തിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് 2 ചെടിയും ഒരുമിച്ച് പൂവിട്ടത്. ഏറെ ഔഷധ ഗുണമുള്ള കായാമ്പൂ ചെടി ഇപ്പോൾ അപൂർവമാണ്. ഇത്തരത്തിൽ പറിച്ചു നട്ടാൽ ചെടി വളരാൻ പ്രയാസമാണെന്നും തന്റെ മുറ്റത്ത് കായാമ്പൂ വിരിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്നും വാസുദേവൻ പറയുന്നു. പൂത്താൽ 1 മാസം വരെ നിൽക്കുന്ന കായാമ്പൂ കാണാൻ മറ്റു ജില്ലകളിൽ നിന്നുൾപ്പെടെ ആളുകൾ എത്താറുണ്ട്. ഇത് പൂത്തപ്പോൾ വളരെ സന്തോഷമാണ്. ഇത് കഴിഞ്ഞ മുമ്പത്തെ വർഷം പൂത്തിരുന്നു. അന്നൊക്കെ നാട്ടിൽ നിന്ന് ആളുകൾ കുറേ ആളുകൾ കാണാൻ വന്നിരുന്നു. പ്രാവശ്യം കുറേ ആളുകളൊക്കെ ഇത് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടോടുകൂടി കുറേ ആളുകൾ ഇത് കാണാൻ വേണ്ടി വന്നു. മലപ്പുറത്തുനിന്ന് 1-2 ആളുകൾ വന്നിരുന്നു. അങ്ങനെയൊക്കെ കുറേ ആളുകൾ ഇത് കാണാൻ വേണ്ടി വന്നിരുന്നു. എന്തായാലും ഈ ഒരു ഭംഗിയിലൊരു 1 മാസത്തോളം ഇത് നിലനിൽക്കും. കഴിഞ്ഞ വർഷമൊക്കെ 1 മാസത്തോളം നിലനിന്നിട്ടുണ്ട്. മഴ പെയ്താൽ എന്താവുന്ന സ്ഥിതിയെന്ന് അറിയില്ല. മഴ പെയ്താൽ പൂ വേഗം കേടുവന്നു പോകും. ഇതിന് അതുപോലെ യൂട്യൂബിലൊക്കെ വലിയ ഇതുണ്ട്. ഇതിന് യൂട്യൂബിലൊക്കെ ഔഷധ ഗുണമുണ്ട്. ഇതിൻ്റെ ഇല കഴിക്കുന്നത് യൗവനം നിലനിർത്താൻ സഹായിക്കും എന്നൊക്കെ യൂട്യൂബിലൊക്കെ കാണുന്നുണ്ട്. ശരിയാണോ എന്നറിയില്ല. വാസുദേവന്റെ വീട്ടുമുറ്റത്ത് മറ്റു ചെടികളും അലങ്കാര മത്സ്യങ്ങളും ചെറു തേനീച്ചകളെയും വളർത്തുന്നുണ്ട്. ഇതിൽ വേറിട്ട കാഴ്ചയാണ് തെങ്ങുൾപ്പെടെയുള്ള ബോൺസായി ചെടികൾ. പരിസ്ഥിതി സ്നേഹി കൂടിയായ വാസുദേവൻ വീട് നിർമ്മിച്ചത് മരങ്ങൾ ഒന്നും മുറിച്ചു മാറ്റാതെ പരിസ്ഥിതി സൗഹൃദമായാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ കനത്ത ചൂടിലും വാസുദേവന്റെ വീട്ടിലും പരിസരത്തും തണുത്ത അന്തരീക്ഷമാണ്. ഭാര്യ പ്രജീബയും മക്കളായ അലീന, ബെർസാൻ എന്നിവരുടെ പൂർണ്ണ പിന്തുണയും വാസുദേവനുണ്ട്. ന്യൂസ് 18 ചാത്തമംഗലം. തണ്ണിമത്തൻ കൃഷിയിൽ 100 മേനി കൊയ്ത് കണ്ണൂർ കണ്ണപുരം കീഴറയിലെ പ്രവീണും സുരേഷും 1.5 ഏക്കറിലാണ് 6 ഇനം തണ്ണിമത്തൻ വിളവെടുത്തത്. കണ്ണപുരം കീഴറയിലെ പ്രവീൺ ചെരിച്ചലും കെ സുരേഷനും തണ്ണിമത്തൻ കൃഷിയുടെ പെരുമയുമായി മുന്നേറുകയാണ്. ഈ വർഷം 1.5 ഏക്കറിലായി മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് നിറത്തിലുള്ള 6 ഇനം തണ്ണിമത്തനും പച്ചക്കറിയും ഇവർ കൃഷി ചെയ്തു. ഇതുവരെയായി 20 ടൺ തണ്ണിമത്തനും മറ്റു പച്ചക്കറികളും വിളവെടുത്തു. 1.5 ഏക്കർ സ്ഥലത്താണ് ഈ കൃത്യത കൃഷി നടപ്പിലാക്കിയത്. നമുക്കറിയാം, സമൂഹത്തിന് നല്ല ഭക്ഷണം പ്രദാനം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി
വിഷരഹിതമായ തണ്ണിമത്തനാണ് ഇപ്രാവശ്യം കൃഷി ചെയ്തിട്ടുള്ളത്. 6 വെറൈറ്റിയാണ് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത്. കൃഷിയിടത്തിൽ തന്നെ വിപണനം നടത്തുന്നതിനാൽ അർബൻ മാർക്കറ്റ് വിപണന സംവിധാനം കൃഷിവകുപ്പ് അനുവദിച്ചിട്ടുണ്ട്. കണ്ണപുരം പഞ്ചായത്ത് അംഗങ്ങളുടെ സഹകരണത്തോടെ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തി നടത്തിയ വിപണനം ഇടനിലക്കാരെ ഒഴിവാക്കാനുമായി. കൂടാതെ കൃഷിവകുപ്പ് സ്റ്റേറ്റ് ഹോർട്ടി മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏക്കറിന് 36,000 രൂപ എന്ന തോതിൽ ധനസഹായവും നൽകുന്നുണ്ട്. ന്യൂസ് 18 കണ്ണൂർ. തണ്ണിമത്തൻ കൃഷിയിൽ 100 മേനി വിളവെടുത്ത 2 കർഷകരെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ പാലക്കാട് കൊപ്പം മുളയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ വലിയ കാളവേല ആഘോഷിച്ചു. 10 തറ 4 ദേശക്കാരുടെ നേതൃത്വത്തിലായിരുന്നു ആഘോഷം. 2 കാളവേലയും 2 പൂരവും ആഘോഷിക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മുളയങ്കാവ് ഭഗവതി ക്ഷേത്രം. മേടമാസ ഉത്സവ ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചാണ് ആഘോഷം നടന്നത്. 100-ലേറെ ജോഡി കാളകളാണ് വേലയ്ക്കെത്തിയത്. കാസർഗോഡ് ഹോസ്ദുർഗ് താലൂക്ക് തല അരങ്ങ് കുടുംബശ്രീ സർഗോത്സവം ചെറുവത്തൂർ കടംകോട് ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. ഹരിത പ്രോട്ടോകോളിന്റെ ഭാഗമായി സ്കൂളിൽ ഓലക്കൂടകൾ തയ്യാറാക്കി. കുടുംബശ്രീ അംഗങ്ങൾക്കും ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾക്കുമായാണ് കലോത്സവം സംഘടിപ്പിക്കുന്നത്. ഹോസ്ദുർഗ് താലൂക്ക് പരിധിയിലെ 14 CDSകളിൽ നിന്നായി 3500ഓളം കലാകാരികൾ 33 ഇനങ്ങളിലായി കലോത്സവത്തിൽ പങ്കെടുക്കും. സർഗോത്സവം പൂർണ്ണമായും ഹരിത പ്രോട്ടോകോൾ പാലിച്ച് നടത്തും. ചെറുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ വാർഡുകളിലെ 100ഓളം കുടുംബശ്രീ പ്രവർത്തകർ പങ്കെടുത്ത പരിപാടിയിൽ 40ഓളം ഓല കൂടങ്ങളാണ് മെടഞ്ഞത്. തൃശൂർ കോടാലി സ്വദേശിയായ നികേഷ് കണ്ണൻ നിർമ്മിച്ച ഒട്ടകം കൗതുകമാകുന്നു. ഇരുമ്പ് കമ്പികളും തെർമോകോളും വെൽവെറ്റും ഉപയോഗിച്ച് 8 അടിയോളം ഉയരത്തിലുള്ള ചലിക്കുന്ന ഒട്ടകത്തെയാണ് നികേഷ് കണ്ണൻ നിർമ്മിച്ചത്. മുൻപും നികേഷ് കണ്ണൻ നിരവധി രൂപങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. പല വലിപ്പത്തിലുള്ള 9 ഗജവീരന്മാരെ നിർമ്മിച്ചിട്ടുള്ള ഈ യുവ കലാകാരൻ ജീവസുറ്റ ഒട്ടകത്തെ നിർമ്മിച്ചുകൊണ്ടാണ് ഇപ്പോൾ നാട്ടുകാരെ വിസ്മയിപ്പിച്ചിരിക്കുന്നത്. ഒട്ടകത്തിന്റെ രൂപം പലരും നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ചലിക്കുന്ന ഒട്ടകം പുതുമയാണ്. കോടാലി കുട്ടിയമ്പലം പരിസരത്തുള്ള നികേഷിന്റെ വീട്ടുമുറ്റത്ത് ഇപ്പോൾ ആനകൾക്കൊപ്പം തല ഉയർത്തി നിൽക്കുന്ന ഒട്ടകത്തെയും നാട്ടുകാർക്ക് കാണാം. നീണ്ട 1 മാസക്കാലത്തെ അധ്വാനത്തിലൊടുവിലാണ് ജീവനുള്ളത് എന്ന് തോന്നിക്കുന്ന തരത്തിൽ ഒട്ടകത്തെ നിർമ്മിച്ചത്. നമ്മളിപ്പോൾ ആദ്യം ആനകളെയാണ് കൂടുതൽ ഉണ്ടാക്കാറ്. ഇപ്പോൾ ആനകളെ ഉണ്ടാക്കിയിട്ട് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ആളുകളൊക്കെ പറഞ്ഞു വെറൈറ്റി എന്തെങ്കിലും ചെയ്യണമെന്ന് കുറേ നാളായി പറയണേ. അപ്പോൾ ഒരു ഒട്ടകത്തിന് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ നാളായി ആഗ്രഹിക്കണം. അപ്പോൾ 1 മാസം സമയം എടുത്തിട്ടാണ് ഇപ്പോൾ ഈ ഒട്ടകത്തിന് ചെയ്തിരിക്കുന്നത്. അതിലിപ്പോൾ നമ്മൾ ഇരുമ്പ് കമ്പിയൊക്കെ ഉപയോഗിച്ച് അതിൻ്റെ ഒരു ഷേപ്പ് സ്കെൽട്ടൻ തയ്യാറാക്കി. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഈ വാഹനങ്ങളുടെ വൈപ്പർ മോട്ടറുകൾ ഉപയോഗിച്ച് വായടക്കുന്നത് ചവക്കുന്നത്, അതായത് ഒട്ടകം വറുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു രീതിക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തലയടക്കി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കും, വാലൊന്ന് ജെർക്ക് വയ്ക്കും. അങ്ങനെ കുറച്ച് വെറൈറ്റികൾ ഇതിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ചെറുപ്പം മുതലേ ശില്പനിർമ്മാണത്തിലും ചിത്രം വരയിലും അഭിരുചിയുള്ള നികേഷ് വലിയൊരു ആനപ്രേമി കൂടിയാണ്. കുട്ടിക്കാലത്ത് ഉത്സവങ്ങൾക്ക് പോകുമ്പോൾ ആനകളെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന നികേഷ് കൃത്രിമമായി ആനയെ നിർമ്മിക്കണമെന്ന മോഹം കുറേ കാലം മനസ്സിൽ കൊണ്ടു നടന്നു. 18ാമത്തെ വയസ്സിലാണ് ആദ്യമായി അത് സാക്ഷാത്കരിച്ചത്. ആദ്യമൊക്കെ നികേഷിന്റെ കരവിരുതിൽ പിറവിയെടുത്തത് ചലിക്കാത്ത ആനകളായിരുന്നു. പിന്നീട് തുമ്പിക്കൈയും ചെവികളും ആട്ടുന്ന ആനകൾക്ക് രൂപം നൽകി. കഴിഞ്ഞ വർഷം തുമ്പിക്കൈ ഉയർത്തുകയും ചെവികൾ ആട്ടുകയും മസ്തകം കുലുക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള 10 അടി ഉയരമുള്ള കരിവീരനെയാണ് നിർമ്മിച്ചത്. ചേക്കിലെ മാധവൻ എന്ന് പേരിട്ട ഈ കൊമ്പന് ഇരുവശത്തേക്കും കണ്ണുകൾ ചലിപ്പിക്കാനും കഴിയും. 2 ലക്ഷം രൂപയോളം ചെലവഴിച്ചാണ് 3 മാസം സമയമെടുത്ത് നികേഷ് ഈ കൊമ്പനാനയെ നിർമ്മിച്ചത്. അങ്ങനെ ഉള്ള ഓരോ ആന, അങ്ങനെയുള്ള ഓരോ ശില്പങ്ങളൊക്കെ ചെയ്യുമ്പോൾ മറ്റുള്ളവരെ മുന്നിൽ നമ്മൾക്ക് കൊണ്ടുപോകാനും ഇപ്പോൾ നമ്മളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ അത് മറ്റുള്ള ആളുകൾ ഓരോ പരിപാടികൾക്കൊക്കെ കൊണ്ടുപോകും. അപ്പോൾ അവരുടെ ഒരു പ്രോത്സാഹനം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അത് വളരെ നല്ലൊരു അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ നല്ല രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. ഓട്ടോമൊബൈൽ മെക്കാനിസം പഠിച്ചതിന്റെ പിൻബലമാണ് മൃഗങ്ങളുടെ രൂപങ്ങൾക്ക് ചലനശേഷി നൽകാൻ നികേഷിനെ സഹായിച്ചത്. ആനയ്ക്ക് പുറമെ ഈ വർഷം വ്യത്യസ്തതയുള്ള നിർമ്മിതി ഒരുക്കണമെന്ന ചിന്തയിലാണ് ഇപ്പോൾ ഒട്ടകം പിറവിയെടുത്തത്. ഒട്ടകത്തിന്റെ നിർമ്മിതിക്കായി 80,000-ഓളം രൂപയാണ് ചെലവഴിച്ചത്.
പുറത്ത് 2 പേർക്ക് കയറിയിരിക്കാവുന്ന തരത്തിലാണ് ഒട്ടകത്തെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. പരസഹായമില്ലാതെയാണ് ആനകളെയും ഒട്ടകത്തെയും നികേഷ് നിർമ്മിച്ചത്. നികേഷിന്റെ ജീവൻ തുടിക്കുന്ന ആനകളെയും ഒട്ടകത്തെയും കാണാൻ നിരവധി പേർ എത്തുന്നുണ്ട്. ഉത്സവത്തിനും പെരുന്നാളിനും പ്രദർശിപ്പിക്കാനായി ഇവയെ പലരും കൊണ്ടുപോകാറുമുണ്ട്. ഗാർഡൻ സെറ്റിംഗിലും നികേഷ് വിദഗ്ധനാണ്. ന്യൂസ് 18 തൃശൂർ. സകലമാന കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം. പ്രേക്ഷകരിലേക്ക്